വീടൊരുക്കുന്ന ആളുകളാണോ നിങ്ങൾ? ചെലവ് ചുരുക്കിയിട്ട് വിൻഡോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ വീട്ടില് ഉസ്മാൻ സാർ ഒരുക്കിയിട്ടുള്ളത്. സ്ക്വയർ ഫീറ്റിൽ പാലക്കാട് ഒരുക്കിയിട്ടുള്ള ഈ വീടില് ഫുള്ള് വെറൈറ്റി ആണ്. സാധാരണ നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടാണ് സാധാരണ ഹോം ടൂർ എടുക്കാൻ നോക്കി. ഇന്ന് ഹൗസ് വാമിംഗ് ആണ്. ഭംഗി അതിന്റെ മാസ്റ്റർ ആയിട്ടുള്ള വാഷ് ഏരിയ, വാഷ് യൂണിറ്റ്, അതുപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് റിച്ച് ലുക്ക് ആക്കിയിട്ടുണ്ട്. എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറെ വീഡിയോസും പിൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട് മാഷാഅല്ലാഹ്. എല്ലാം അങ്ങനെ നോക്കി നോക്കി ഏറ്റവും സൂപ്പറായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്തെടുത്തിട്ടുണ്ട്. വാവാണ് ലൈറ്റിംഗ് ആയാലും ടൈലായാലും. ഏത് വീടിന്റെ ഭംഗി നിയന്ത്രിക്കുന്നത് സ്റ്റൈറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ടൈലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, അതല്ലേ എല്ലാ അഭിപ്രായം? വളരെ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ടൈൽസ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി കുടുംബത്തിൽ ആരുണ്ടെങ്കിലും നിങ്ങൾ കണ്ണും പൊട്ടിയിട്ട് സിൽവാൽ പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീടൊരുക്കുന്ന ആളുകളാണോ നിങ്ങൾ? അതോ വീട് ചെലവ് ചുരുക്കിയിട്ട് മനോഹരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വിൻഡോ ഒന്ന് കാണട്ടോ. ഈ കാണുന്ന വുഡിൽ ചെയ്ത വിൻഡോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലെ? പ്ലെയിൻ ഗ്ലാസ്, ഉള്ളിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലിന്റെ നല്ല പ്ലെയിൻ ഗ്ലാസ് വുഡിൽ ചെയ്തല്ലേ? എന്നാ തെറ്റി, ഇത് അലൂമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് പെയിന്റ് ചെയ്താണ്, വുഡൻ പെയിന്റ്. കണ്ട മേടിയാലൊക്കെ ഒരു വുഡിന്റെ ഫീലാണ്. ചെലവ് ചുരുക്കിയിട്ട് വിൻഡോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ വീടില് ഉസ്മാൻ സാർ ഒരുക്കിയിട്ടുള്ളത്. 2550 സ്ക്വയർ ഫീറ്റിൽ പാലക്കാട് ഒരുക്കിയിട്ടുള്ള ഈ വീടില് ഫുള്ള് വെറൈറ്റി ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളെ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ ഹോം ടൂറിലേക്ക് സ്വാഗതം. നമ്മൾ പാലക്കാട് ലുക്മാൻ സാറെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അനിയണ്ട് ആസിഫ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വീടിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ലാൻഡ്സ്കേപ്പ് മുതൽ ലൈറ്റ് ഫുള്ള് സിൽവാനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സിൽവാന്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിലേക്ക് സ്വാഗതമാണ്. നമ്മളൊരു ഫാമിലി ആയി. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ കണ്ട അത്ഭുതം, ഇത് ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അലൂമിനിയം പ്രൊഡക്റ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കും, പക്ക വുഡിൽ ചെയ്ത ഫിനിഷിംഗ് ഉണ്ടാവും. എക്സ്പെൻസ് കുറവാണ്, ഒന്ന് ഡ്യൂറബിലിറ്റി ഉണ്ടാവും, മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ചെയ്യുന്ന ആളുകൾക്ക് താഴെ ഇവരെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട്, ബന്ധപ്പെടാം. വീടെടുക്കുന്ന ആളുകളാണ് നമ്മുടെ ചാനൽ കാണാറ് സാറേ. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം, എന്നെ വണ്ടറാക്കിയത് ഞാൻ വന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു വുഡാന്ന് കരുതി. ചോദിച്ചപ്പോൾ 2-3 വട്ടം ചോദിച്ചു. വേണ്ടിയപ്പോഴൊക്കെ എനിക്കൊരു വുഡ് ഫീലാണ് കിട്ടിയത്. അലൂമിനിയാണ് ചെയ്തിട്ടുള്ളത്. അത് വീടൊരുക്കുന്ന ആളുകൾക്ക് ഒരു ഉപകാരമാവട്ടെ. എന്തായാലും നല്ല പ്രകൃതി രമണീയമായിട്ട് കാണുന്ന സിറ്റൗട്ടിൽ നിന്ന് നല്ല കാറ്റ് ഇങ്ങനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന, പാലക്കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീടാണ്. വീടൊന്ന് കണ്ടു നോക്കാം. പ്ലെയിൻ ആയിട്ടുള്ള സിറ്റൗട്ടാണ് നമുക്ക് ആദ്യം തന്നെയുള്ളത്. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് അതിന്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, സൈഡിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓപ്പൺ സിറ്റൗട്ട് കൊടുത്തില്ലേ? അതായത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ കാരണം, അത് നമ്മൾ വീട് പണിയുമ്പോ തന്നെ വൈഫിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഉപ്പും മുളകും എന്നുള്ള സീരിയലില് അവര് വലിയ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. അപ്പൊ അതങ്ങനെ പറഞ്ഞപ്പോ അള്ളാന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ലാൻഡും അതേ ഒരു സ്വഭാവത്തിലായിരുന്നു. അപ്പൊ എന്റെ കസിൻസ് ആണ് ഇതിന്റെ പിന്നെ സ്ട്രക്ചറും എഞ്ചിനീയറിംഗ്. ലാൻഡിന്റെ സ്വഭാവം എന്ന് പറയുമോ? ഒരു പിരമിഡ് പോലെ ഉണ്ടായിരുന്ന ലാൻഡ് നമുക്ക് ഇത് കയറി വരുമ്പോ എന്തെങ്കിലും ഫീൽ ചെയ്തു? ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പൊ അത് അവരുടെ പ്രത്യേകമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അവരെ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മൾ ലാൻഡ് എപ്പോഴും വീട് വെക്കുന്ന ലാൻഡ് ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ക്യാഷ് അതിൽ നമ്മൾ നശിപ്പിക്കണതാണ്. പക്ഷെ ഇവർ ആ ലാൻഡ് യൂട്ടിലൈസ് ചെയ്ത രീതി അടിപൊളിയായിട്ടാണ് ചെയ്തത്. വഴി കൺജസ്റ്റഡ് ആയിരുന്നു, പക്ഷെ ഞങ്ങളത് ബിൽഡിംഗ് ആയി എടുത്തു. പിന്നെ അടുത്തുനിന്ന് 1 സെന്റ് സ്ഥലം കൂടി വാങ്ങിച്ചു. ഇപ്പൊ അത് വളരെ ഭംഗിയായി. സംഗതി ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ വലിയ സിറ്റ് ഔട്ടും പിന്നെ അതിന്റെ പ്ലാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്. എന്ന് പറയുന്ന ടൈല 6-4 മനോഹരമായിട്ടുള്ള പോസ്റ്റ് സീരീസ് ഡിസൈൻ ചെയ്തത് കേട്ടോ. ലെപ്പോത്ര ടാൻ ബ്രൗൺ ലെപ്പോത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മാർബിൾ ആണെന്ന് തോന്നുന്ന ഡിസൈനാണ്. ഓൾട്ട ബീച്ചാണ്, നിങ്ങൾ പേര് മറക്കരുത്. ഓൾട്ട ബീച്ചാണ്. മാത്രമല്ല 3 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചുമരിൽ കാണുന്നത് നല്ല രീതിയിൽ ക്ലാഡിങ് ചെയ്തിട്ട് നല്ല വിനോയിലൊക്കെ അടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡോറിലെ നമ്മളെ വീടിന്റെ ഉള്ളിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സിറ്റ് ഔട്ടുകൾ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കാനായിട്ട് നോക്കണ്ട, വീട് വേറെ ലെവലാണ്. അത് നമ്മൾ കാണുന്ന ഏറ്റവും രസകരമായിട്ട് ഈ ഡോറാണ് കേട്ടോ. എന്ത് രസമായിട്ട് കൊത്തിയെടുത്തുള്ള മനോഹരമായ ഡോറും അതിനോട് ചേർന്ന 2 വിൻഡോ ആണ്.
ഇതിന്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് അകത്തൊന്ന് കടന്നു നോക്കല്ലേ ലുക്മാൻ ഭായി? തീർച്ചയായിട്ടും ലുക്മാൻ ഭായി എന്താ അങ്ങനെ ചെയ്തത്? എന്താണ് അതിന്റെ നമ്മുടെ സുഹൃത്താണ് ചെയ്തു തന്നിട്ടുള്ളത്. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനൊന്നുമില്ല. സാധാരണഗതിയിൽ ടീക്കൂട്ട് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു ചതുരത്തിന് തന്നെ 5500, 6000, 7000, 10000 വരെ കൊടുക്കേണ്ട സംഗതി അദ്ദേഹം വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ ഒരു നാടൻ ബിസിനസ്സുകാരനാണ്. അപ്പൊ നമ്മളുടെ ഓരോ വർക്കിലും വീട് അല്പം വലുതാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചു അൽജീരിയയുടെ അലുമിനിയം. നമ്മളെപ്പോഴും പറയും നമ്മളെ ഒരു മുദ്രാവാക്യാണ് കാ പണി മുക്കാ ചൊറുക്ക്. അതായത് വീട് ക്വാളിറ്റി വേണം, ഭംഗി വേണം, പക്ഷെ വലിയൊരു എക്സ്പെൻസ് വരാൻ പാടില്ല. നമ്മൾ വീട് കാണുന്ന ആളുകളെ ആഗ്രഹം അതാണ്. ഒരു അവരുടെ പോക്കറ്റ് ബഡ്ജറ്റിൽ റോയൽ ഫീൽ കിട്ടണം. അതല്ലേ ഉദ്ദേശം? തീർച്ചയായിട്ടും കേരിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ സോഫ കണ്ട മനസ്സിലാക്കാം, റോയൽ ഫീലുള്ള സോഫ കേട്ടോ. നല്ല രസമായിട്ട് ഇതിന്റെ ഭംഗി കിട്ടണമെന്ന് എന്താണ് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഫീൽ ചെയ്യും, വിശാലമായിട്ട് ഇരിക്കാൻ ഫീൽ ചെയ്യും. ഇവിടെ നല്ല രീതിയിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് നല്ല പാനലിംഗ് കൊടുത്തു, പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളാണ് അപ്പുറത്ത്. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ, മുന്നിൽ തടസ്സമില്ലാത്ത രീതിയിൽ കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ 6x4 ഓണിക്സ് വളരെ രസകരമായിട്ട് സ്പേസർ ഇട്ടിട്ട് എപ്പോക്സി ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഗ്ലാസ് എപ്പോക്സിയാണ്. വോളിലൊക്കെ ജിഫക്സിന്റെ മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടോ, അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ, ജിഫക്സിന്റെ ലൈറ്റ്, വോൾ ലൈറ്റ് ഒക്കെ. ആ ക്വാളിറ്റി, ലൈറ്റിന്റെ ക്വാളിറ്റി വീടിന്റെ ഭംഗിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ടാണ് സാധാരണ ഹോം ടൂർ എടുക്കാൻ നോക്കി. ഇന്ന് ഹൗസ് വാമിംഗ് ആണ്, ഉച്ചക്കാണ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ കുറെ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഗസ്റ്റുകളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അതിന്റെ ഒരു ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കും. എന്തായാലും ക്ഷമിച്ചിട്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് അഭിപ്രായം പറയാം. ഓരോരുത്തരും കാണാം. നമുക്ക് ഈ പാർട്ടീഷൻ കഴിഞ്ഞ് നേരെ എത്തുന്നത് ഇവിടെ ഫാമിലി ലിവിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. TV യൂണിറ്റ് വെക്കാൻ നല്ല രീതിയിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രീതിയിൽ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് ബ്രിക്സ് കൊണ്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളും കുടുംബക്കാരും ഫാമിലിയൊക്കെ ഇരിക്കുന്നതാണ്. ഇത് നേരെ പുറത്തേക്ക് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോട്ടയാടാണ്. നല്ല രസകരമായിട്ട് കാറ്റ് കൊള്ളുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് കണ്ടിട്ട് ഈ വീടിന് നല്ല രീതിയിൽ ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്റ്റോണും വിരിച്ച് നല്ല ഭംഗിയാക്കിയുള്ള സ്ഥലം. അതുപോലെ വാട്ടർ പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബോള് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആകെ ആവാ മിഡ്ഫി പാനി. നമ്മുടെ കണ്ണിന് എപ്പോഴും കുളിർന്ന് വരുന്ന ഒരു കാഴ്ചയാണ് പച്ചപ്പ്, വെള്ളം, കാറ്റ്, അവ ഒക്കെ അല്ലേ. അത് വെള്ളത്തിന്റെ ആ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. ഈ 2 ഡോർ കണ്ടില്ല, വലിയ 2 ഡോറാണ്. ഈ ഡോറ് ക്ലോസ് ചെയ്താൽ നമുക്ക് ഇത് പ്രൈവസി ആയി. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള 2 ഡോർ നല്ല ഓപ്പൺ ഏരിയ. വീടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം ഒരു ഹോംലി ഫീൽ കിട്ടുമല്ലോ. ഈ ഓപ്പൺ ഏരിയ കാരണം നല്ല പ്രകാശവും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഡൈനിങ് സെറ്റ് ചെയ്തത്. തൊട്ടപ്പുറത്തെ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തത് അല്ലെ. എന്ത് ചെയ്താൽ അതിന്റെ ഒരു കൺസെപ്റ്റ്? അതായത് സാധാരണഗതിയിൽ കിച്ചൺ പറയുമ്പോൾ ഒരു വലിയൊരു കിച്ചൺ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡൈനിങ്ങിന്റെ അടുത്ത് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതായിരിക്കും സിമ്പിളായി വളരെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല വോളിലൊക്കെ എവിടെയും കാണാത്ത ഡിഫറെന്റ് ആയിട്ട് ന്യൂഫുഡിന്റെ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത്. വോളിൽ ഡിഫറെന്റ് ആണ്. ഇവിടെ മൊത്തത്തിൽ ലുക്മാൻ സാഹിബ് ഡിഫറെന്റ് ആയിട്ട് ചെയ്തുള്ള വീട് കേട്ടോ. ഇവിടെ ഫ്ലോറിലും വിരിച്ചുള്ളത് ന്യൂഫുഡിന്റെ സ്ട്രിപ്പാണ്. അസർവെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വെള്ളങ്ങളൊക്കെ ആവും, അപ്പോൾ സ്ലിപ്പ് ആവാതിരിക്കാനും ആ വീടിന്റെ ഡൈനിങ് ഹാളിലുള്ള ഗ്ലോസിയിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ മാത്രമല്ല മെറ്റീരിയൽസ് കൊണ്ട് തന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള റോസ് ഗോൾഡ് ആണ് കൊടുത്തിട്ടുള്ളത്. റോസ് ഗോൾഡ് തന്നെ ഒറിജിനൽ ഗോൾഡിന്റെ കളർ കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റെയറിന്റെ താഴത്താണ് വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രസകരമായിട്ട് ടെക്സ്റ്ററിങ് കൊടുത്തു, റൗണ്ട് മിററും അതുപോലെ തന്നെ ഒരു മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള അടിപൊളി വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുള്ളത്. കോമൺ ബാത്റൂം അതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള കോമൺ ബാത്റൂം ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആണ്. ഹെഡ്റസ്റ്റ് ഒക്കെ കണ്ടില്ലേ, നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പെൻഡൻ ലൈറ്റുകൾ, വോൾ ലൈറ്റുകളൊക്കെ, ജിഫക്സിന്റെ ലൈറ്റുകൾ ഈ വീടിനെ മിന്നി തെളിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രസമായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇതിന് കൊടുത്തത്. വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് ഏരിയ, അതുപോലെ റോസ് ഗോൾഡ് ആൻഡിൽ കൊടുത്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നല്ല വാൾപേപ്പർ കൊടുത്തില്ലേ. ഒരു ഫുള്ള് കളർഫുള്ളിനോട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടല്ലോ. ലൈഫേ കളർഫുൾ അല്ലേ. ബീജും അതുപോലെ തന്നെ ഈ ഒരു കളറ് നമ്മളെ പാലക്കാട് സിൽവാൻ മാനേജർ സിറാജിന്റെ അതേ സ്റ്റൈലിൽ താടിയാണ് മൂപ്പർ വെച്ചിട്ടുള്ളത്. സിറാജിന്റെ അടുത്ത സുഹൃത്താണ് ആണല്ലേ. സിറാജ് ഇതേപോലെ ഞാൻ നിങ്ങളെ ഫോട്ടോ കണ്ടപ്പോൾ സിറാജിന്റെ കുടുംബമാണ്. കാരണം ആ ഒരു സ്റ്റൈലിൽ താടിയാണ് ലുക്മാൻ ഭായി വെച്ചിട്ടുള്ളത്. ബെഡ്റൂമിലെ ഭംഗി അതിന്റെ മാസ്റ്റർ ആയിട്ടുള്ള വാഷ് ഏരിയ, വാഷ് യൂണിറ്റ്, അതുപോലെ ഡ്രസ്സിംഗ് യൂണിറ്റ് റിച്ച് ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ആംബിയൻസ്. ബെഡ്റൂമിൽ കാണുമ്പോൾ തന്നെ ഈ കളർ ആരെ സെലക്ട് ചെയ്ത് ടൈലിന്? ഞങ്ങള്
സിൽവാനിൽ പോയ സമയത്ത് കുറെ സെലക്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ അതന്നെ വേണം എന്നുള്ളത് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നു. ഇതിന്റെ കളർ കോമ്പിനേഷൻ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ബ്ലൂവും വെച്ചു, അസറോടെ. ഇത് ആറൊക്കെയാണ്. നല്ല രസകരമായിട്ട് എന്താ പറയുക, റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആംബിയൻസ് ഫീൽ ചെയ്യും. ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് സാധാരണ ബെഡ്റൂമിൽ മാറി നല്ല സ്പേസ് ആയിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത് മിററും അവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഹൈജീനിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ഇപ്പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ടൈൽസിനാണ് ടോയ്ലറ്റിൽ നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രസകരമായിട്ട് ഒരു സ്പേസിൽ ക്ലോസറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വിശാലമായിട്ടുള്ള ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുളിക്കാൻ അത്ര സ്പേസ്, ബാത്റൂമൊക്കെ വരെ ഇടാനുള്ള സ്പേസ് കുറച്ച് കൊടുത്തിട്ടുണ്ടോ. നല്ല രസം. ഒരു വോളിൽ ആ കളർ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4x2 കാർവിംഗ് ആണ് കൊടുത്തുള്ളത്. നല്ല ഗ്ലിറ്റർ കാർവിംഗ് നല്ല ഭംഗിയായിട്ട് കൊടുത്തുള്ളത്. സ്പേസ് ഇട്ടിട്ട് മാറ്റോട്ട് പിരിച്ച് സ്പേസ് ഇട്ട് പിരിച്ചിട്ടുള്ള അടിപൊളി ബാത്റൂം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈജീനിക് ആയിട്ട് നമുക്ക് ഉള്ളത് ഈ സ്പേസ് ആണ്. ഓപ്പൺ ആയി കിടക്കുന്ന ഈ സ്പേസ് എന്തായാലും ഇതൊരു മുതലായിട്ടോ. ഇത് തീരുമാനം ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള അടിപൊളി സ്ഥലം. 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ. ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാ ബെഡ്റൂമും. ബെഡ്റൂമിൽ വുഡിലാണ് ചെയ്തത് കേട്ടോ, സാധാ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഹൗസ് വാമിംഗ് ദിവസമാണെന്ന് ചില കംപ്ലീഷൻ ബാക്കികളുണ്ട്. ബാത്റൂം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ ടൂൺ ആട്ടോ. ഒരു കളർ കൊണ്ട് ഒരു ബാത്റൂം എങ്ങനെ റോയൽ ആവുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനൊക്കെ അടിപൊളിയായിട്ട് കൊടുത്ത്, സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്, സെപ്പറേഷൻ കൊണ്ട് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ഏരിയ മെറ്റീരിയൽ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടുവിലൊരു ബ്രിഡ്ജ് ഇട്ടിട്ട് അവിടെയാണ് വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ ക്ലോസറ്റും ഒരു സൈഡിൽ കുടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പേസിൽ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഏത് വീടിന്റെ ഭംഗി നിയന്ത്രിക്കുന്നത് സ്റ്റെയർ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ തന്നെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഈ സ്റ്റെയർ വന്നു കഴിഞ്ഞാൽ വീടിന്റെ സൗകര്യം കുറഞ്ഞു പോകേണ്ടതാണ്. പകരം എന്ത് ചെയ്തു, 4 സ്റ്റെപ്പ് ഇട്ടിട്ട് ലാൻഡിങ് കൊടുത്തു. വീടിനെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ സൈഡിലൂടെ കൊണ്ടുപോയിട്ടുള്ളത്. ഈ സ്റ്റെയർ ഇത്ര ഭംഗിയായി ചെയ്യാൻ എങ്ങനെ ഇത്ര ഭംഗിയിൽ കിട്ടിയത്? യഥാർത്ഥത്തിൽ സ്റ്റെയർ ഒരു ബ്രിഡ്ജ് സ്വഭാവത്തിലാണ് ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. അത് ഞങ്ങൾ അങ്ങ് മാറ്റി. കാരണം ഒരു ബ്രിഡ്ജ് പോലെ ആകുമ്പോൾ വീടിന്റെ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ സ്റ്റെയറിന്റെ വലിയൊരു സംഗതി കാണുന്നതിന് പകരം അതിന്റെ ലേഔട്ടും ചെറുതാക്കി ഇരുമ്പിന്റെ സ്റ്റെയർ കേസാണ്. ഇത് ഒരാളും പറയില്ല. ഇരുമ്പിന്റെ സ്റ്റെയർ കേസിനെ വുഡ് കൊണ്ട് കവർ ചെയ്ത് ഫുള്ളി ഒരു തേക്കിന്റെ സ്റ്റെയർ കേസ് ആക്കി ഞങ്ങൾ മാറ്റി. അങ്ങനെ ഓരോ സംഗതിയിലും മാറ്റമുണ്ട്. ഇതിന്റെ ആൻഡ്രയിലിന് വരെ കൊടുത്തിട്ടുള്ളത് വുഡിന്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അതിന് മാച്ചാകുന്ന രീതിയിലുള്ള ടെക്സ്റ്ററിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റുകൾ കണ്ടോ, ജിപ്പക്സിന്റെ സിൽവാനിൽ നിന്ന് എടുത്തുള്ള മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും വോൾ ലൈറ്റുകളൊക്കെ ഇവിടെ കത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് ഒന്ന് കയറ്റി നോക്കാം. നമ്മളെ സിറ്റൗട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ബാൽക്കണി അറ്റാച്ച്ഡ് ആണ്. പ്രൈവറ്റ് ബാൽക്കണിയാണ്, ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി. കയറി വരുമ്പോൾ തന്നെ നമുക്ക് റാമ്പ് ഇവിടെ ഇങ്ങനെ സ്പേസ് ആണ്. റൈറ്റ് സൈഡിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അത് കാണുന്നതിന് മുന്നേ നമുക്ക് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് കണ്ടോക്കാം. പ്രകൃതിയുടെ ഭംഗി എങ്ങനെ വീട്ടിലേക്ക് ആവാഹിക്കാന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ബാൽക്കണി. വിശാലമായ ബാൽക്കണി. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഇവിടെ വെറുതെ ഒരു ചാരികസാര ഇട്ടിട്ട് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങ് നോക്കാം എന്ത് രസമുള്ള പച്ചപ്പ്. ലുക്മാൻ സാഹിബിന്റെ സെലക്ഷനിലെ ഏറ്റവും പ്രധാനം ഇങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ കൊടുത്തതാണ്. അത് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ബാൽക്കണി ഇത് കുറച്ച് വലുതായി കെട്ടി. നേരത്തെ നോക്കിയ മാസ്റ്റർ ബെഡ്റൂം മോന്റെയാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ മോളുടെ ബെഡ്റൂം കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും നല്ലൊരു ബാൽക്കണി ആയപ്പോ അവൾക്കും വലിയ ബാൽക്കണി വേണം പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 സൈഡിലേക്കും ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണി ഒരുക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഇത്രയും പ്രകൃതി രമണീയം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വീട് പണി സമയത്ത് തന്നെ ഇവിടെ കയറി ഇരിക്കുമ്പോൾ നമ്മുടെ പല ടെൻഷനും കുറയും. ഇതിങ്ങനെ ഈ പച്ചപ്പ് നോക്കി ഇരിക്കുമ്പോൾ അത് വലിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ ഒരേ ഇതിൽ പോകുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് ഷാർട്ടൂരിൽ ഇങ്ങനെ കിടന്നിട്ട് കാറ്റ് കൊണ്ട് കിടന്നാല് ഒരു മാസത്തെ സ്ട്രെസ് അങ്ങ് പോയി കിട്ടും. തീർച്ചയായും മോളുടെ ബെഡ്റൂമിലേക്കുള്ള എൻട്രിയും കൂടെയാണ്. അവിടുന്നും ഇങ്ങനെ കിടക്കാൻ പറ്റും. അത് ഒരു വടിക്ക് 2 പക്ഷി അല്ല, ഒരു വടിക്ക് 3 പക്ഷി, ഒരു വടിക്ക് 3.5 പക്ഷി. കാരണം എന്ന് പറഞ്ഞാല് ഇതുണ്ട്, അതുണ്ട്, കാഴ്ചയുണ്ട്, ഈ വീടിന്റെ ഭംഗിയുണ്ട് അല്ലെ. ഈ വീടിന്റെ ഏറ്റവും പ്രശ്നം വീട്ടിലേക്ക് മകളെ വീട്ടിൽ നിന്നും ഈ ബാൽക്കണി ഉപയോഗിക്കാം, മാസ്റ്റർ ബെഡ്റൂം ഉപയോഗിക്കാം, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഉപകാരം നമ്മളെപ്പോഴും വീട് എടുക്കുന്ന സമയത്ത് ആ സ്പേസുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാന്നുള്ളത് അല്ല അതിന്റെ സക്സസ്. അതിന് മാത്രമല്ല ഇവിടെ ഈ ഫ്രെയിം ഉണ്ടല്ലോ, അലുമിനിയം ഫ്രെയിമാണ് മൊത്തം ഡോർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്പെൻസ് ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ടോ. ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് അലുമിനിയം ഫ്രെയിം, അലുമിനിയം ഉണ്ട് അല്ലെ, അലുമിനിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വീട് എടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു കാരണം കേട്ടോ. ഒരുപാട് സ്ഥലം പോകില്ല അല്ലെ. നമ്മൾ മരക്കാണെങ്കിൽ ഒരുപാട് ഇത് പോയി പോകും, സാധ്യത ഉണ്ട്. ഞാനിപ്പോഴത്തെ മിനിഞ്ഞാന്ന്
അങ്ങനത്തെ വീട്ടിൽ ഒരു ചതില് മതി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്താൻ. അതിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷ കിട്ടുന്ന ഒരു അടിപൊളി ഏരിയയാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, എൻട്രൻസിൽ കാണാം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നല്ല രസമുള്ള കുഷ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് സ്വിച്ച് ബോർഡ് കൊടുത്തില്ല കേട്ടോ, അതിന്റെ ഒരു ഭാഗം കൊടുത്തിട്ട് അതിന്റെ മുകളിൽ അതുപോലെ തന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാനലിംഗ് കൊടുത്തിട്ടുള്ള, അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ ജിപ്സ് ഒക്കെ ചെയ്ത് പെൻഡൻ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മാസ്റ്റർ ബെഡ്റൂം ആണ്. ഫ്ലോറിൽ ഒണിക്സൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലോറിൽ 6-4 ഒരേ ഫ്ലോർ ആണ് ഡൈനിങ് ഹാളും മേലൊക്കെ ചെയ്തിട്ടുള്ളത്. സാധാരണ ചില ആളുകൾ ഫണ്ട് ബഡ്ജറ്റ് ചുരുക്കുന്ന ഭാഗമായിട്ട് മുകളിലെ ബെഡ്റൂം വേറെ മോഡലിൽ കൊടുക്കാറുണ്ട്. ഇവിടെ അതൊന്നും ചെയ്തില്ല, സെയിം സാധനം. അപ്പൊ ഒരു യൂണിഫോമിറ്റി മൊത്തത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് വാൾഡ്രോബ്സിലെ ഡോറുകൾ. അകത്തൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ, അകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റ് ഉണ്ട്. ഓപ്പൺ ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മറ്റേ മോഡൽ തന്നെ ചെയ്തിട്ടുള്ളത് ഒരേ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് യൂണിറ്റ്, സ്റ്റോറേജ് ഏരിയ, ആ ഗ്ലാസ് ഇട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ, മനോഹരമായിട്ടുള്ള ഡാർക്ക് ബ്ലൂ ഡിസൈൻ. അടിയിൽ ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ഡാർക്ക് ബ്ലൂ ഡിസൈൻ കൊടുത്ത അസർവന്റെ അതും 160-800 ഡിസൈൻ കൊടുത്തുള്ളത്. സെപ്പറേറ്റ് വാഷ്റൂം, സെപ്പറേറ്റ് ബാത്റൂം, സെപ്പറേറ്റ് ക്ലോസറ്റും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ സെറ്റ് നോക്കണല്ലേ. ഇവിടെ നമുക്ക് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ക്ലോസറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വാളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം വാഷ്റൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ ബാത്റൂം ഒക്കെ ഫ്യൂച്ചറിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷവർ മിക്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ കോമ്പിനേഷനുള്ള ഡാർക്ക് കളറാണ് ഇവിടെ കൊടുത്തുള്ളത്. മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂം. നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീട്ടിലെ ഏറ്റവും ക്യൂട്ടായിട്ട് റൂം എത്തിയിട്ടുള്ള ഈ വീടിന്റെ മകളാണ് ഹീറ. ഹീറയുടെ വീട്ടിലാണ്. വീടിന്റെ പേരും ഹീറ എന്നാട്ടോ, ദിവ്യ വെളിപാട് എന്നാണ്. അവരെ ദിവ്യ മകളെടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഹീറ എങ്ങനെയുണ്ട്, പൊളിയാണോ? തുടങ്ങിയിട്ടുള്ളൂ, ഫംഗ്ഷൻ ഈവനിങ് ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇത് ഇത്ര ഉള്ളൂ ഉണ്ടല്ലേ. നീ ഉദ്ദേശിച്ച പോലെ നിന്റെ റൂം എന്നെ ഇപ്പൊ സെറ്റ് ചെയ്തെന്നാ എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തത്. പൊളിയല്ലേ, പകസിലിട്ടല്ലേ, പൊളി. വാപ്പ പൊളി ആയുള്ള പ്രത്യേകതയാണ്. വാപ്പ മകളുടെ കോൺസെപ്റ്റില് മൊത്തം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്ലെയിൻ ഗ്ലാസ് കൊടുത്താണ്. ഒരിക്കലും റൂം ഓപ്പൺ ആയി കിട്ടും. അങ്ങനെ കട്ട നീക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുടുസാണെന്ന് തോന്നുന്നു. നമുക്ക് എത്ര പഠിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര റൂമിൽ തന്നെ ഇരുന്നാലും ഒരു വിഷയം ഉണ്ടാവില്ല. ആ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ദേശാടന കിളികൾ കഥകൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മളോടാണ് കഥ പറഞ്ഞെന്ന് തോന്നിപ്പോല്ലേ. ഒരു പുസ്തകവും കവിത ഒക്കെ എഴുതാൻ തോന്നുന്ന ഒരു അടിപൊളി മൂഡ്, അന്തരീക്ഷം. വാർത്തകൾ നോക്കി കഴിഞ്ഞാൽ പല കിളികളും കാണൂലേ. ഓരോ കിളികൾക്ക് എന്തൊക്കെ കഥകൾ പറയാനുണ്ടാവും. രാവിലെ തന്നെ കുറെ കാണാൻ പറ്റും. ഓരോ കിളികൾക്ക് എന്തൊക്കെ കഥകൾ പറയാനുണ്ടാവും, ഓരോക്കൊക്കെ എന്തൊക്കെ ജീവിതത്തിനെ കുറിച്ച് പറയാനുണ്ടാവും. അതിനെങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അറിയാതെ ഒരു എഴുത്തുകാരിയായി മാറും. അവരുടെ കൺസെപ്റ്റ് ആണ് ഈ ബെഡ്റൂം. ബെഡ്റൂമല്ലേ നമ്മൾ പറഞ്ഞ് ചെയ്ത് കൊടുക്കൽ മാത്രമാണ്, പക്ഷെ ഈ ഗ്ലാസും കാര്യങ്ങളെല്ലാം എനിക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആ ഗ്ലാസ്സിലോ. കാരണം ഓപ്പൺ ആയിട്ട് ഇറങ്ങാൻ നമുക്ക് ഫ്രീ ആണ്. ബെഡ്റൂം ആണെന്ന് ഒരു ഫീൽ കിട്ടില്ല. നമുക്ക് ഉറങ്ങാൻ നേരത്ത് ഇടിമയൊക്കെ വരുമ്പോൾ മാത്രം കറക്റ്റ് ഇട്ടാൽ മതി. ഇടി കാണാൻ പേടിക്കാൻ വേണ്ടി. ബാക്കി ഫുള്ള് ഓപ്പൺ. നല്ല രസകരമായിട്ട് പാനലിങ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നീ വീട് ഇത് റൂം സെറ്റ് ചെയ്യുമ്പോൾ നീ എന്തൊക്കെയാണ് പ്രതീക്ഷ? കാരണം വീട് എടുക്കുന്ന ഒരുപാട് കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും, വാപ്പമാരെ മക്കൾ, അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. എന്താ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് കുറെ വീഡിയോസും പിൻട്രസ്റ്റ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതൊക്കെ എന്റെ റൂമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു. അതെനിക്ക് പറ്റുന്ന പോലെ ഏകദേശം അല്ല. നീ എന്താ പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ ബയോടെക്നോളജി, മേഴ്സി കോളേജ് പാലക്കാട്. തൊട്ടടുത്ത കോളേജ്, ഫേമസ് കോളേജ്, മേഴ്സി കോളേജിൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ആഗ്രഹങ്ങൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ സോഷ്യൽ മീഡിയ കണ്ട് നമ്മളെ സിൽവാന്റെ ബിസിനസ് വർദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ നല്ല പണ്ട് നമ്മൾ പറയുന്നു 2K കിഡ്സ്. ഇപ്പൊ ഏറ്റവും ഇവരുള്ളവരും നല്ല ലൈഫിനെ കുറിച്ച് ആയിട്ടുള്ള ഒരു 2K കിഡ്സ് ആണ്. ഞാൻ 90s മോശമാക്കില്ല, നമ്മളൊക്കെ 90s ആണ് പറഞ്ഞത്. പുതിയ ലൈഫിനെ കുറിച്ചിട്ടും ആരും ജീവിതത്തിനെ കുറിച്ചിട്ടും നല്ല കാഴ്ചപ്പാടുണ്ട്. ലൈഫിൽ സക്സസ് ആവണമെന്നുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഒരു വീട് വെക്കും വരെ അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഈ യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എടുത്തിട്ട് ഉപയോഗിച്ച് ടെൻഷൻ ഇല്ലാതെ സെറ്റ് ആയത്. എനിക്കൊണ്ട് ഈ വീടിന്റെ ഹൈലൈറ്റ് റൂമാണ്. ഇപ്പൊ 2K കിഡ്സൊക്കെ നമ്മൾ സൊല്യൂട്ട് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ ആളുകൾ കാണുങ്ങാട്ടൊക്കെ ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചർ വരാൻ പോകുന്നത് ഇപ്പോഴത്തെ കാണാം. എല്ലാ ടെക്നോളജിയും വിരൽത്തുമ്പിലാണ്. അത് അവരുടെ വീട് പണിയിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയൊരു ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനറും എഞ്ചിനീയർമാരൊക്കെ ചെയ്യുന്നത് നമ്മളെ പെരുന്ന കുട്ടികൾ ചെയ്യാണ്. അത് ഭയങ്കര രസകരമായ ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാപ്പയും മക്കളും അമ്മയും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ആശയങ്ങളും ഈ പറഞ്ഞ രീതിയിലുള്ള വീഡിയോസും അതിൽ ഷെയർ ചെയ്ത് ഓരോ ആൾക്കും വേണ്ടത് അതിൽ ഫൈനലൈസ് ചെയ്ത് അത് ഞങ്ങളുടെ ഇന്ത്യയിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളെ വൈബിനകത്ത് നിൽക്കുന്ന വാപ്പാനെ കിട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മളെ വൈബിനകത്ത് നിൽക്കുന്ന പണ്ടൊക്കെ വാപ്പ എന്ന് പറഞ്ഞാല് ചാടി വീണ ഒരാളായിരുന്നു. നമ്മള് സിംഹത്തിന്റെ ഒക്കെ റോളായിരുന്നു വാപ്പാക്ക്.
വെച്ചിട്ട് ഇതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മളെ കംപ്ലീറ്റ് ബെസ്റ്റ് ആയിട്ട് വാപ്പ മാറുന്ന കാലം അല്ലേ? അപ്പൊ നമുക്ക് എന്തും പറയാൻ പറ്റും. അതാണ് ഇപ്പത്തെ കുടുംബത്തിന്റെ സക്സസ്ഫുൾ ആയിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വാപ്പായാലും ഉമ്മായാലൊക്കെ ആ ആ കിരീടം മാറ്റി വെച്ചിട്ട് മക്കളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈബുള്ള മക്കളെ കിട്ടും. നിങ്ങളെ പണി കുറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ബിസിനസ്സിലൊക്കെ ഇപ്പൊ എന്റെ കുട്ടികൾ, എന്റെ ചെറിയ കുട്ടികളൊക്കെ എനിക്ക് ഐഡിയകൾ പറഞ്ഞു തരും. ചെറിയ കുട്ടി 13 വയസ്സായ ആളുകളൊക്കെ അപ്പൊ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് അഭിമാനമാണ് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ചിട്ട്. അവിടെ അത്ര വൈഡായിട്ട് വിളിച്ചാൽ എല്ലാവരും ആഗ്രഹം ഓണ്ടർപ്രണർ ആവണം. പണ്ടത്തെ പോലെ ഡോക്ടർ എഞ്ചിനീയർ അതിന്റെ പിന്നാലെ പോയി പകരം എല്ലാവരും ഓണ്ടർപ്രണറോ ബിസിനസ് ആണോ ഇന്ന രീതിയിൽ ചെയ്താൽ പോരെ, ഇന്ന കാർ എടുക്കണേ നമുക്ക് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വരില്ലേ, അപ്പൊ നമ്മളെ ബിസിനസ് ഇങ്ങനെ വേണ്ട. ഞാൻ നെട്ടിപ്പോകും. ഇപ്പോഴത്തെ കുട്ടികൾ ചില ആളുകൾ അങ്ങ് അടച്ചാക്ഷേപിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ പൊളിയാണ്. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഹൈലൈറ്റ് എന്നുള്ളത് ഈ വീടിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഓരോ വിഷയങ്ങളിലും കൂടി ആലോചിച്ച്, അതായത് ഞങ്ങൾ മാസത്തിൽ ഒരു തവണ ഒന്നിച്ചിരുന്ന് വീടിന്റെ എല്ലാ കാര്യങ്ങളും, പഠനമാണെങ്കിലും യാത്രയാണെങ്കിലും ജീവിതത്തിന്റെ വീക്ഷണങ്ങളാണെങ്കിലും ഈ വീടിന്റെ പ്രവർത്തനം എല്ലാം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഞാനും വൈഫും മക്കളും എൻ്റെ ഉമ്മയും ഇരുന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അതില് പ്രത്യേകിച്ച് പറച്ചാന്റെ ഒരു ബർക്കത്ത് കൂടെ ഉണ്ടാവും. എപ്പോഴും മുഷാവറ കൂടാൻ പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. മാത്രമല്ല കപ്പിത്താൻ നന്നായ ലക്ഷ്യത്തിലെത്താൻ കപ്പലിന് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. കപ്പിത്താൻ നന്നായിരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത്. ആരെ പറയുക കുറുന്തോട്ടിക്കും വാദം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാറൊക്കെ. കപ്പിത്താൻ തന്നെ ശരിയല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വീടിന്റെ അവസ്ഥ? നല്ല കപ്പിത്താനാവാൻ വേണ്ടി ശ്രമിക്കുക ഓരോ പിതാക്കന്മാരും ഓരോ വീട്ടുടമസ്ഥരും കൂടെ ചേർത്തുന്നുള്ളൂ. താങ്ക് യു. വളരെ രസകരമായിട്ടുള്ള ബാത്റൂംസ് ചെയ്തിട്ടുള്ളത്. കയറുമ്പോൾ നമുക്ക് റാമ്പാണ്, മൊറോക്കൻ ഡിസൈനുകളാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ സ്പൈൻ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്പൈനിൽ വരുന്ന ഡിസൈനുകൾ. കയറിയ വാഷ് ബേസിനാണ് ഗോൾഡ് കളറാണ് ടാപ്പ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അതും എഡ്ജ്വാർഡ് കെട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് വുഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ ലുക്കിലാണ് ഡിസൈൻ ചെയ്തത്. ഇതൊക്കെ ഹിറമോൾ ചെയ്താന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ നിന്ന് കുട്ടികൾ പഠിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. എങ്ങനെയുണ്ട് നിന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആയിട്ട് വന്നാണല്ലോ, വീടിനെ കുറിച്ചിട്ട് എന്താണ് ആയിഷ പറയാനുള്ളത്? അടിപൊളിയായിട്ടുണ്ട് മാഷാല്ല. എല്ലാം അങ്ങനെ നോക്കി നോക്കി ഏറ്റവും സൂപ്പറായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്തെടുത്തിട്ടുണ്ട്. ബാൽക്കണി കണ്ടപ്പോ എന്താ തോന്നി? നല്ലൊരു പീസായിട്ട് നമ്മൾ പരീക്ഷണ ചൂടൊക്കെ വരുന്ന സമയത്ത് കൂട്ടുകാരിന്റെ കൂടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? അടിപൊളിയല്ലേ? സൂപ്പറായിട്ട്. എങ്ങനെ ബ്രാൻഡ് അഭിപ്രായം? അടിപൊളി. ഇവിടെ ടൈൽസ് എടുത്തിട്ടുള്ളത് ലൈറ്റ് ഒക്കെ എടുത്തുള്ളത് സിൽവാനാണ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? അടിപൊളി പ്രൊഡക്റ്റ് അല്ലേ? സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആർക്ക് ഇഷ്ടപ്പെട്ടോ? ക്വാളിറ്റി ഉണ്ട് കാണും. കാണുമല്ലേ? ടൈൽസ് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. സിൽവ പൊളിയല്ലേ? സൂപ്പർ. ഗുൾഫ് മാസ്റ്റർ ആണ്, കസാരയിൽ നിന്ന് നീക്കൂല. ആരാ പറയ എങ്ങനെയുണ്ടാ ഈ വീടിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ പേരെന്താ? ഷാഹിദ്. ഗുൾഫ് പഠിച്ചാ നമ്മളൊക്കെ ചോദ്യത്തിൽ തെറ്റെന്നാലും പഞ്ചിക്കിട്ട് വരുത്താ. ഈ ടൈൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ടൈൽസും ലൈറ്റും ഒക്കെ സപ്ലൈ ചെയ്തുള്ള സിൽവാനാണ്. എന്താണ് എന്റെ അഭിപ്രായം സിൽവാനെ? എല്ലാം നന്നായിട്ട് അടിപൊളിയാണ്. സാധനം കൊളായിട്ടുണ്ടെങ്കിൽ നമ്മളെ പഞ്ചിക്കണ ഇതല്ലേ? എന്റെ വീട് പണി എടുക്കണ്ടോ? വീട് പണി നടക്കും. ടൈൽസ് എടുത്തോ? ഇല്ല, ടൈൽസ് എടുക്കാൻ സിൽവ ജോയമോളോട് കാര്യം ചോദിച്ചു. ജോയമോളെ വീട് കണ്ടിട്ട് എന്താ എന്റെ അഭിപ്രായം? ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ ഇഷ്ടപ്പെട്ടു വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട് ഈ ഒരു സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് ആ മുകളിലെ സിറ്റ് ഔട്ടോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? അവിടെ പോയി നല്ല കിളികളെ കാണോ, പക്ഷികളെ കാണോ? നല്ല രസം. പക്ഷികളോട് കഥകളൊക്കെ പറയും. പല രാജ്യങ്ങൾ കണ്ടുവരുന്ന പക്ഷികളാണ്. ഇന്ന് മഴ വരുമ്പോ ഞാനും ഹേനിയും കൂടെ അവിടെ പോയി നിന്നത്. അതൊക്കെ വീട്ടിൽ ടൈൽസ് ഒക്കെ ഇഷ്ടപ്പെട്ടാ? ഇത് ഏത് കടയിൽ നിന്ന് എടുത്തത്? അങ്ങനെ എനിക്ക് പരിചയമില്ല. ഇനി അറിയാം കേട്ടോ. സിൽവാൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടാ. സിൽവ പൊളിയല്ലേ? അപ്പൊ ലൈറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സിൽവാൻ എടുത്തത്. അപ്പൊ സിൽവാൻ കണ്ടേ സൂപ്പർ. ഹലോ, അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ട് മകന് ഇങ്ങനെ സുന്ദരമായ ഒരു വീട് കയറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? എങ്ങനെ റാഹത്തല്ലേ? അള്ളാഹുവിനെ സ്തുതിക്കാൻ അത് മാത്രം മതി. ഹലോ, ഈ വീട്ടില് ഹൗസ് വാമിംഗ് ആണല്ലോ ഇന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ടൈൽസ് നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കളർ കോമ്പിനേഷനും ആണ്. അടിപൊളി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണോ? അല്ലല്ല, ഇടയ്ക്ക് ഹൗസ് വാമിംഗ് കഴിഞ്ഞതാണ്. എടുത്തെന്നറിയോ? ഇത് പറയാനുണ്ടോ? സിൽവാനല്ലേ? ലൈറ്റും അതുപോലെ സിൽവാൻ നടത്തുന്നത് നന്നായിട്ടുണ്ട്. എല്ലാം നന്നായി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഇർഷദ്. ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചറാണ്, ഹിന്ദി ടീച്ചറാണ്. സ്വാമി ഓരോരുത്തർ പരിചയപ്പെടാനായി. എന്തൊക്കെ വിശേഷം? നല്ല വിഷയം. എങ്ങനെയുണ്ട് ടൈൽസും ലൈറ്റും വീടൊക്കെ? അത് എന്റെ ഇക്കാന്റെ ചോയ്സ് അല്ലേ, എപ്പോഴും മോശം പോകില്ല. അതന്നെ പൊളി. അത് പൊളിച്ച് എന്തായാലും
എങ്ങനെയുണ്ട് സുഖല്ലേ? അടിപൊളി. എന്താണ് മോളെ ടൈൽസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആര് ഞാനോ? ടൈൽസോ? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാണ്? ഇന്റീരിയർ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ ഈ വീടിന്റെ സ്പേസുകളിൽ എനിക്ക് ഒന്ന് പോയിരിക്കണം എന്ന് തോന്നിയത് അവിടെയാണ് ബാൽക്കണി. അതിന് ദേശാടന കിളികളൊക്കെ വരുന്നത് കാണാൻ വേണ്ടിട്ടാ. സത്യത്തിൽ നമുക്കൊന്ന് ടൂർ പോകണമെന്ന് തോന്നുന്ന സമയത്ത് കാക്ക വിളിച്ചുകൊണ്ട് ഞാനവിടെ വരുന്നിട്ടാന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അവിടെ കസാല ഇട്ടിട്ടാണ് ഒന്ന് കണ്ണടച്ചിരുന്നാൽ നമ്മൾ എവിടെ സ്ഥലത്ത് പോയായിരുന്നു ഇല്ലേ? എന്റെ പേരെന്താ? എന്താ പഠിക്കണ്ടോ? എന്താ ചെറിയ കുട്ടികളല്ലേ? എന്താ മോളെ പേര്? നൗറി. എങ്ങനെയുണ്ട് വീടിനെ കുറിച്ചിട്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. ചാച്ചാന്റെ ഇല്ലേ? അല്ലേ, ചാച്ചാന്റെ ആയതുകൊണ്ടാണ് അടിപൊളിയായത്? ഇല്ല, എല്ലാം നന്നായിട്ടുണ്ട്. കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ആണെങ്കിൽ എല്ലാം നന്നായിട്ടുണ്ട്. ടൈലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. അതല്ലേ എല്ലാം സിൽവാനാണല്ലോ. സിൽവാനാണല്ലേ? ലൈറ്റോ? നിങ്ങൾ സിൽവാനത്തിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ചാച്ച സിൽവാനിൽ പോകുന്നതിന് മുൻപ് കേട്ടിട്ടുണ്ടോ? എന്റെ സിസ്റ്റർ അവിടെ തന്നെ എടുത്തത്. അപ്പൊ അങ്ങനെ അറിയാം. സിൽവ പുസ്തകം എന്ന ഒരാളെ കണ്ടിക്കണോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാനാണ്. കേട്ടിട്ടുണ്ട്. എങ്ങനെ എടുക്കുക? സൂപ്പറായിട്ട്. സുഖമല്ലേ? എന്തായാലും സന്തോഷം. ഹൗസ് വാമിങ് ഞാൻ സാധാരണ പോവാറില്ല, ലുക്മാൻ ബൈൻ്റെ ആയതുകൊണ്ട് വന്നത്. കാരണം ഇങ്ങനത്തെ അവസ്ഥ നമുക്ക് കിട്ടും. സിൽവാൻ എന്ന് പറഞ്ഞ സ്ഥാപനം എല്ലാവരും സോഷ്യൽ മീഡിയ ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ഒരു മാസം 18 മില്യൺ ആളുകൾ വ്യൂസ് ഉണ്ട്. സാധാരണ ഞാൻ ഈ തെക്ക് ഭാഗത്ത് കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുമ്പോൾ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പോവാ. നമ്മളൊരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വീട് പോയി വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് നല്ലതാവണ്ടേ? അല്ലെങ്കിൽ നമുക്ക് കുറ്റിച്ചൂരോണ്ട് അടിയിട്ടില്ലേ? അപ്പോൾ ഇന്ന് മാത്രമാണ് ഇവിടെ ഉദ്ഘാടനത്തിൽ വന്നത്. ബാക്കിയുള്ള എൻ്റെ വീടൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ വരല്. എനിക്ക് അപ്പൊ സിൽവാനിൽ വിശ്വസിച്ച് എടുത്തൂടെ? കുടുംബക്കാരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുമോ? അത് മതി. എന്തെങ്കിലും പേര്? ഫർഹിൻ. എങ്ങനെയുണ്ട് വീട്? വാവാണ്. ലൈറ്റിംഗ് ആയാലും ടൈലായാലും. പിന്നെ സിൽവാൻ നമ്മൾ പോയി എടുത്തിട്ടുണ്ട് ടൈല്. പോയിട്ടല്ലേ? ഇതില് ഒരുപാട് ആളുകൾ സിൽവാന്റെ പ്രീവിയസ് കസ്റ്റമർ കൂടെയാണ്. ഞങ്ങളെ 10 ലക്ഷം കസ്റ്റമറിൽ പെട്ട ആളുകളാണ്. എന്തായാലും ഈ ഫാമിലിയുടെ ഭാഗമാകാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ടൈൽ എടുത്തിട്ട് കസ്റ്റമർ നല്ലത് വരട്ടെ. താങ്ക് യു. എങ്ങനെയുണ്ട് നിങ്ങളെ വീട്? ഹൗസ് വാമിങ്ങിന്റെ ദിവസമാണല്ലോ എത്തിയുള്ളത്. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. വീട് ടൈൽസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം അടിപൊളിയാണ്. എവിടെ ടൈൽസ് എടുത്തെന്ന് അറിയോ? സിൽവാൻ ആണല്ലേ? അപ്പൊ എല്ലാരും വീട് പണി എടുക്കും ഫസ്റ്റ് തന്നെ സിൽവാൻ. ഫസ്റ്റ് വീട് ടൈൽസ് എടുക്കാൻ പോകുമ്പോ ഫസ്റ്റ് തന്നെ സിൽവാന്ന് പറയണ്ടല്ലോ, എന്താ കാരണം? അത് നല്ല കളക്ഷൻ ഉണ്ട്, പിന്നെ കാണാനും നല്ല ലുക്ക് ഉള്ള എല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് വീട് പണിയുണ്ടോ? വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈൽസ് എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. സിൽവാനിന്ന് എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. സിൽവാന്റെ കസ്റ്റമർ ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്ന ഒരു ഗ്യാരണ്ടി ആണ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല. അത് നമ്മൾ എന്നും ഇപ്പൊ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും 10 കൊല്ലത്തോളം എന്റെ ചാനലിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അത് തന്നെയാണ്. അപ്പൊ നിങ്ങളെ വീടും നമ്മളിൽ നിന്നാവട്ടെ എന്ന് ഒന്നും കൂടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. താങ്ക് യു. നമ്മളെ ലുക്മാൻ ഖാന്റെ അനിയനാണ് നമ്മളെ എത്തിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് പരിചയപ്പെടാം. എന്തൊക്കെ പേര്? എൻ്റെ പേര് മുഹമ്മദ് ആസിഫാണ്. എന്താണ് ചെയ്യുന്നത്? ഞങ്ങള് പിന്നെ രണ്ടുപേരും, എൻ്റെ ബ്രദറാണ് ലുക്മാൻ. ഞങ്ങൾ രണ്ടുപേരും ഗാലിയോൺ അലുമിനിയം എക്സ്ട്രൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ നിർമ്മാതാക്കളാണ്. അലുമിനിയം ചാനലിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഞങ്ങൾ കോയമ്പത്തൂരിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ കൂടുതൽ ഈ വിൻഡോ മാക്സിമം അലുമിനിയം എവിടെയെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയോ ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ അലുമിനിയം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ തന്നെ നന്നായിട്ട് ചെയ്തു. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? നമ്മളിതിൽ വിൻഡോ, എസ്പെഷ്യലി വിൻഡോ, ഔട്ടർ, ബാൽക്കണി, സ്റ്റെയർ കേസിന്റെ പല ഭാഗങ്ങളിൽ, ഷോ കേസ്, ഇന്റീരിയറിൽ മിക്കവാറും ഉപയോഗിച്ചത് മുഴുവൻ അലുമിനിയത്തിന്റെ പ്രൊഡക്ട്സ് തന്നെയാണ്. ഈ മനോഹരമായ വീടിന്റെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. ലുക്മാൻ ഭായി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ ഉണ്ട്, വൈഫ് ഉണ്ട്, മകളുണ്ട്, ഒരു മകനും കൂടെ ഉണ്ട്. മകന് എന്താ പുറത്ത് ഫീവർ ആയതുകൊണ്ട് പുറത്തേക്ക് പോയതാണ്. വീട്ടില് കുട്ടിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ? പുറത്തല്ലേ ആയതുകൊണ്ട് ഉദ്ഘാടനത്തിന്റെ തിരക്ക് കൂടെ നടക്കാം. നമ്മളിപ്പോ ഇത്രയും രസകരമായി ചെയ്തുള്ള ഈ വീടിന്റെ ഒരു പാട്ടാവാൻ സിൽവാൻ സാധിച്ചതിൽ ഒരുപാട് ഭാഗ്യം. 10 ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ കൂട്ടത്തിലേക്ക് ലുക്മാൻ ഫാമിലി വരികയാണ്. എൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാൻഡ്സ്കേപ്പ് മുതൽ മുറ്റത്ത് വിരിച്ച കട്ട മുതൽ ഇതിന്റെ ലൈറ്റും അതുപോലെ ടൈൽസും ബാത്റൂം ഫിറ്റിംഗ്സും ഒക്കെ സിൽവാന് സപ്ലൈ ചെയ്യാൻ സാധിച്ചു എന്നാണ് അഭിമാനം. എന്തായാലും സിൽവാന്റെ സർവീസിനെ കുറിച്ച് ചോദിക്കാൻ കാരണം ഇത്രയും രസകരമായിട്ടുള്ള വീട് അതിന്റെ ഹൗസ് വാമിങ്ങിൽ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ലുക്മാൻ ഭായിയുടെ കൂടെ ഇരിക്കുന്നത്. ലുക്മാൻ ഭായി, സിൽവാനെ കുറിച്ചിട്ട് നിങ്ങൾ സർവീസിനെ കുറിച്ച് എന്താണ്? സിൽവാന് പാലക്കാട് വന്നപ്പോൾ തന്നെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു ചെറിയ വീടാണ്, ഒരു അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് സിൽവാനെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറെ മുമ്പ് തന്നെ സിൽവാന്റെ പാലക്കാട് ചാർജുള്ള സിറാജുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. സിറാജിന് പരിചയം ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങള് വർക്കൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് ടൈൽസുകളും ഒരുപാട് ഷോപ്പുകളൊക്കെ അങ്കമാലി, തൃശ്ശൂര് പല ഭാഗത്തും പോയി. അവസാനം ഞങ്ങള് തീരുമാനിച്ച് നമുക്ക് പാലക്കാട് സിൽവാനിലും കൂടി പോയിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ RAKയുടെ പിന്നെ ഷോറൂമിൽ, അതായത് അവരുടെ പിന്നെ എറണാകുളത്തുള്ള ഡിസ്പ്ലേ ഷോറൂമിൽ പോയി, സ്റ്റുഡിയോയിൽ പോയി സെലക്ട് ചെയ്തു RAK. അപ്പൊ ഞങ്ങള് ഡയറക്റ്റ് വന്നത് സിൽവാനിലേക്കാണ്. സിൽവാനിലേക്ക് വന്ന് അവിടെ സിറാജിനെയും സ്റ്റാഫുകളെയും കണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു വന്നു. അതിൽ രമ്യ എന്നുള്ള കുട്ടിയെ പ്രത്യേകം ഞാൻ പറയാണ്. കാരണം അവര് തുടക്കം മുതൽ ഇന്നലെ വരെയും ഞങ്ങൾ ചോദിക്കുന്ന സാധനങ്ങളും ചില സമയത്തൊക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, എന്നാൽ പോലും വളരെ സൗമ്യമായി തന്നെ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായി എത്തിക്കുന്നതിനും അതുപോലെ അവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നതിനെല്ലാം തന്നെ അവര് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിന് ഒരു മുതൽക്കൂട്ടും കൂടിയാണ്. ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം സിറാജ് ഫ്രണ്ട് ആണെങ്കിൽ പോലും എല്ലാ ഡീലിങ്ങും നമുക്ക് കിട്ടുന്ന അഭിമാനമാണ്. നമ്മളെ മക്കളെ കുറിച്ച് തന്നെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാഫിനെ കുറിച്ച് ഒരാൾ തന്നെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഏത് വീട്ടില് ഇന്റർവ്യൂവിന് പോയാൽ ഒരു രമ്യ, ഒരു പ്രസാദ, ഒരു റാഷിദ, ഒരു ജോബിനെ കുറിച്ചിട്ടോ നമ്മളെ ഓരോ സ്റ്റാഫിന്റെ പേര് പേർക്കാർ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. കാരണം നമ്മളെ ആളുകളെ സൈഡിൽ അത്രയും ക്ലിയർ ആയതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് സർവീസ്. അപ്പോൾ ഇതൊക്കെ എന്റെ എല്ലാ സ്റ്റാഫിനുമാണ് ഈ അംഗീകാരം കൊടുക്കുന്നത്. പേരിന്റെ അംഗീകാരം എല്ലാ സ്റ്റാഫിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സിറാജ് സുഹൃത്താണ്, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചിലപ്പോൾ സാധനങ്ങൾ വൈകിയാണ് വരിക എന്ന് തോന്നുന്ന സമയത്ത് സിറാജ് ഇടപെട്ട് വേഗം സ്പീഡ് ഡെലിവറി ഒക്കെ തരുന്നതിൽ പ്രത്യേകം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുടുംബത്തിൽ ആരുണ്ടെങ്കിലും കണ്ണും പൊട്ടിയിട്ട് സിൽവാൻ പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സിറാജിനോട് പോകുമ്പോഴും പറഞ്ഞിരുന്നു, എൻ്റെ ബ്രദറിന്റെ, എൻ്റെ സിസ്റ്ററിന്റെ, അതുപോലെ തന്നെ ഇക്കാടെ മോളുടെ, അവരുടെയൊക്കെ വീടിന് ഞാൻ സിൽവാൻ തന്നെയാണ് റെഫർ ചെയ്യുന്നത്. മേഴ്സി കോളേജിൽ വൈറലാവും സിൽവാന്. കാരണം മേഴ്സി കോളേജിലെ താരം ഓളെ വീടിന്റെ പണി കഴിഞ്ഞതോട് കൂടെ അല്ലെ കുട്ടികളൊക്കെ വരും, എല്ലാവരും വരും. അപ്പൊ സിൽവാനെ ഇനി കോളേജിൽ പോലും എല്ലാം വേണം. എന്തായാലും നിങ്ങളെ കുടുംബത്തിലൊക്കെ എല്ലാവരോടും പറയില്ലേ. എന്തായാലും ഇതുപോലത്തെ ഒരു ബോണ്ടാണ് സിൽവാന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഭാഗമാവാൻ സാധിച്ചതിൽ സർവശക്തനെ നന്ദി രേഖപ്പെടുത്തുന്നു, നിർത്തുന്നു. താങ്ക് യു.